തുടങ്ങുന്നതിന് മുമ്പ് ഇനി പറയുന്ന കുറച്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ടാണെങ്കിലും കണ്ടെത്തുക. എന്നിട്ട് വീഡിയോ തുടർന്ന് കാണുക. ക്വസ്റ്റ്യൻ നമ്പർ 1. ഈ ഒരു കാര്യം റെഗുലർ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ലൈഫിൽ നല്ലൊരു പോസിറ്റീവ് ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ അതിപ്പോൾ ചെയ്യുന്നില്ല എന്ന് പറയുന്ന ആ ഒരു കാര്യം ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 2. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ലാസ്റ്റ് മൊമെന്റ് എത്തുമ്പോഴേ ആ ഒരു ചൂടൊക്കെ ഒന്ന് വരുള്ളൂ എന്ന് പറഞ്ഞ് ജോലികളൊക്കെ മാറ്റി വെച്ചിട്ട് ലാസ്റ്റ് വെപ്രാളപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ക്വസ്റ്റ്യൻ നമ്പർ 3. ഇതൊന്നും ചെയ്യാൻ പാടില്ലെന്ന് എനിക്കറിയാം, ടൈം വേസ്റ്റ് ആക്കുന്ന കാര്യങ്ങളാണ്, പക്ഷെ എന്ത് ചെയ്യാനാ, എല്ലാം ശീലമായി പോയി എന്ന് പറഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ക്വസ്റ്റ്യൻ നമ്പർ 4. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അവർ വിഷമിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രയോറിറ്റീസിനെക്കാളും മറ്റുള്ളവരുടെ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ ഹോണസ്റ്റ് ആയിട്ട് തന്നെ കണ്ടുപിടിച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തിനാണ് നമ്മൾ ഇത് ചെയ്തതെന്ന് പറയാം. ദ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്ന ബുക്കിലെ ഒരു ചാപ്റ്ററിൽ ഷെയർ ചെയ്തിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൈം മാനേജ്മെന്റ് ലെസൺ ആണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ദ ടൈം മാനേജ്മെന്റ് മെട്രിക്സ്. ഈ ടൈം മാനേജ്മെന്റ് മെട്രിക്സ് എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരങ്ങളൊക്കെ വെച്ച് റിലേറ്റ് ചെയ്തിട്ട് ഏത് ഏരിയയിലാണ് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരേണ്ടത് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. സോ ടൈം പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്ത് പ്രൊഡക്ടിവിറ്റി കൂട്ടണം എന്ന് വിചാരിക്കുന്നവര് മസ്റ്റ് ആയിട്ട് വീഡിയോ ഫുൾ ആയിട്ട് കാണുക. ഓൾസോ ഈ ബുക്കിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യമൊക്കെ ആളുകൾ നോട്ട്സ്, ടു ഡു ലിസ്റ്റ്, ചെക്ക് ലിസ്റ്റ് ഇതൊക്കെ വെച്ചിട്ടാണ് ടൈം മാനേജ് ചെയ്യാനായിട്ട് നോക്കിയിരുന്നത്. പിന്നീട് കലണ്ടേഴ്സ്, അപ്പോയിന്റ്മെന്റ് ബുക്സ് ഇതെല്ലാം യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. അതിനുശേഷം ആളുകൾ ലോങ് ടേം ഗോൾസ്, ഷോർട്ട് ടേം ഗോൾസ്, പ്രയോറിറ്റീസ് എന്നൊക്കെ പ്ലാൻസ് ഇട്ട് ഡെഡ് ലൈൻസ് വെച്ചിട്ട് അതൊക്കെ ഫോളോ ചെയ്ത് നോക്കി. ഇങ്ങനെ ഒരുപാട് പ്ലാൻസ് ഒക്കെ ആയപ്പോഴേക്കും ചിലര് ഇതൊക്കെ ടൂ മച്ച് ആയി തോന്നിയിട്ട് പഴയ ടു ഡു ലിസ്റ്റിലോട്ടും പോയിട്ടുണ്ട്. മറ്റു ചിലരാണെങ്കിൽ ഈ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്ന സംഭവം ഒന്നും നമുക്ക് ചേരുന്ന പരിപാടിയല്ല, പോകുന്നത്ര ലൈഫ് ആ ഒരു ഫ്ലോയിൽ അങ്ങ് പൊയ്ക്കോട്ടെ എന്ന് അത്ര സാറ്റിസ്ഫൈഡ് അല്ലാത്ത ലൈഫും നയിക്കുന്നു. ഇവിടെ ടൈം മാനേജ് ചെയ്യാനല്ല പാട്, നമുക്ക് നമ്മളെ തന്നെ മാനേജ് ചെയ്യാനായിട്ടാണ് പാട്. സോ ഫസ്റ്റ് ടൈം മാനേജ് ചെയ്യാനായിട്ട് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് പഠിക്കേണ്ടതുണ്ട്. നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള ആക്ടിവിറ്റീസ്, നമ്മൾ ചെയ്യാതെ മാറ്റി വെക്കുന്ന ആക്ടിവിറ്റീസ് അതൊക്കെ മനസ്സിലാക്കിയിട്ട് ആ ആക്ടിവിറ്റീസുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പും ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് ടൈം മാനേജ് ചെയ്യാൻ പറ്റുമെന്നാണ് ഓഥർ ഈ ബുക്കിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ടൈം മാനേജ്മെന്റ് മെട്രിക്സ് എന്നൊരു മെട്രിക്സ് യൂസ് ചെയ്തിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. സോ എന്താണ് ഈ ടൈം മാനേജ്മെന്റ് മെട്രിക്സിലുള്ളത് എന്ന് നമുക്കിനി നോക്കാം. ഇതാണ് ഈ ബുക്കിൽ ഷെയർ ചെയ്തിട്ടുള്ള ടൈം മാനേജ്മെന്റ് മെട്രിക്സ്. ഇതിൽ കാണുന്ന പോലെ നമ്മൾ ചെയ്യാറുള്ള ഏതൊരു ആക്ടിവിറ്റിയും അർജന്റ്, ഇമ്പോർട്ടന്റ് എന്ന 2 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ഇമ്മീഡിയറ്റ് അറ്റൻഷൻ വേണ്ടി വരുന്ന കാര്യങ്ങളാണ് അർജന്റ് കാറ്റഗറിയിൽ വരുന്നത്. ഈ അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കണ്ണിൽ വേഗം തന്നെ പെടും, അത് ഉടനെ തന്നെ എന്തായാലും ചെയ്യണമെന്ന് നമ്മളെ നിർബന്ധിപ്പിക്കും. ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അർജന്റ് കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഒരുപാട് ആക്ടിവിറ്റീസും നമ്മുടെ കൺമുമ്പിൽ തന്നെയുള്ള പ്ലസന്റ്, ഈസി ആൻഡ് ചെയ്യാൻ ഫൺ ആയിട്ടുള്ള അൺഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അർജന്റ് കാര്യങ്ങളായിരിക്കും. അതിനുള്ള ചെറിയൊരു എക്സാമ്പിൾ ആണ് നമുക്ക് വരുന്ന ഫോൺ കോൾസ്. അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്നറിയാം, എന്നാലും ഫോൺ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാതിരിക്കാനായിട്ട് പറ്റില്ല. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ്. ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ റിസൾട്ട്സുമായിട്ട് അസോസിയേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ഇമ്പോർട്ടന്റ് ആണെങ്കിലും അത് നിങ്ങളുടെ വിഷൻ, ഗോൾസ് അതിനൊക്കെ വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. നമ്മൾ എപ്പോഴും അർജന്റ് കാര്യങ്ങളോടാണ് വേഗം റിയാക്ട് ചെയ്യുന്നത്. അർജന്റ് അല്ലാത്ത ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ ചെയ്തു തുടങ്ങണമെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ വേണം, ഒരു പ്രൊആക്ടിവിറ്റി വേണം, നല്ലൊരു ഡിറ്റർമിനേഷനും വേണം. ഇനി നമുക്ക് ഈ മെട്രിക്സിലെ ഓരോ ക്വാഡ്രന്റും ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ക്വാഡ്രന്റ് നമ്പർ 1 പറഞ്ഞാൽ ബോത്ത് അർജന്റ് ആൻഡ് ഇമ്പോർട്ടന്റ് ആണ്. ഇമ്മീഡിയറ്റ് അറ്റൻഷൻ വേണ്ടി വരുന്ന റിസൾട്ട് ഓറിയന്റഡ് ആക്ടിവിറ്റീസ് ആണ് ഇതിൽ വരുന്നത്. പ്രത്യക്ഷത്തിൽ വലിയ കുഴപ്പക്കാരനൊന്നും അല്ല, റിസൾട്ട് ഓറിയന്റഡ് ആക്ടിവിറ്റി ആണ് എന്നൊക്കെ തോന്നിയാലും ക്വാഡ്രന്റ് നമ്പർ 1ലെ ആക്ടിവിറ്റീസിനെ ക്രൈസിസ് ഓർ പ്രോബ്ലംസ് എന്നാണ് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ക്വാഡ്രന്റ് നമ്പർ 1ൽ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാകും, ദാറ്റ്സ് ഓക്കെ. പക്ഷേ ചിലർക്ക് അവരുടെ ലൈഫിലെ മേജർ ആക്ടിവിറ്റീസും ഈ ക്വാഡ്രന്റ് നമ്പർ 1ലാണ് ഉണ്ടാവുക. അവരാണ് ഈ ലാസ്റ്റ് മൊമെന്റിൽ ഡെഡ് ലൈൻ മീറ്റ് ചെയ്യാനായിട്ട് ഓടി നടന്ന് പണി ചെയ്യുന്ന ആൾക്കാർ. ഇങ്ങനെയുള്ളവർക്കാണെങ്കിൽ അവരുടെ ക്വാഡ്രന്റ് നമ്പർ 1ന്റെ സൈസ് കൂടി വരും. ലാസ്റ്റ് വലിയൊരു പ്രോബ്ലം വന്ന് ആളെ അങ്ങോട്ട് തളർത്തും. സോ അതിൽ നിന്നൊരു റിലീഫ് കിട്ടാനായിട്ട് വേഗം തന്നെ ക്വാഡ്രന്റ് നമ്പർ 4, അതായത് നോട്ട് ഇമ്പോർട്ടന്റ്, നോട്ട് അർജന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനായിട്ട് തുടങ്ങും. ഇങ്ങനെയുള്ള ആളുകളുടെ മെട്രിക്സ് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സമയത്തിന്റെ 90% ക്വാഡ്രന്റ് നമ്പർ 1ലായിരിക്കും ഉണ്ടാവുക, ബാക്കി 10% ക്വാഡ്രന്റ് നമ്പർ 4ലും. ക്വാഡ്രന്റ് നമ്പർ 2 and 3 കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റാതെയും ആകുന്നു. സോ ഇങ്ങനെയുള്ള ആളുകൾക്ക് അവരെപ്പോഴും ബിസി ആയിട്ട് ഇരിക്കുന്ന പോലെ തോന്നുകയും ചെയ്യും, എന്നാൽ ലൈഫ് ക്രൈസിസിൽ പോകുന്ന പോലെ ആയിട്ടാണ് തോന്നുക. സ്ട്രെസ്സും ബേൺ ഔട്ടും ഒക്കെയാണ് ക്വാഡ്രന്റ് 1ന്റെ റിസൾട്ട്സ്. ക്വാഡ്രന്റ് നമ്പർ 1ന്റെ കുറച്ച് പ്രോബ്ലംസ് ആണ് ക്രൈസിസ്, പ്രസിംഗ് പ്രോബ്ലംസ്, ഡെഡ് ലൈൻ ഡ്രിവൺ പ്രോജക്ട്സ്. നെക്സ്റ്റ് ചില ആളുകൾ അവരുടെ സമയം കൂടുതലും അർജന്റ് ബട്ട് നോട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വാഡ്രന്റ് 3ലാണ് ചിലവഴിക്കുന്നത്. പക്ഷേ അവർക്ക് തോന്നുന്നത് അർജന്റ് ആൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വാഡ്രന്റ് 1ലാണ് അവർ സമയം ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് അർജന്റ് ആയിരിക്കാം, പക്ഷെ ഇമ്പോർട്ടന്റ്
ഇമ്പോർട്ടന്റ് ആയിരിക്കില്ല. മേ ബി അത് മറ്റുള്ളവർക്ക് ഇമ്പോർട്ടന്റ്, മറ്റുള്ളവരുടെ പ്രയോറിറ്റീസും ആകാം. സോ ക്വാഡ്രന്റ് 3യുടെ റിസൾട്ട്സ് ഷോർട്ട് ടേം ഫോക്കസ്, ക്രൈസിസ് മാനേജ്മെന്റ്, സീയിങ് ഗോൾസ് ആൻഡ് പ്ലാൻസ് ആസ് വർത്ത്ലെസ്, ഫീൽ വിക്ടിമൈസ്ഡ് ആൻഡ് ഔട്ട് ഓഫ് കൺട്രോൾ, ഇതൊക്കെയാണ്. ക്വാഡ്രന്റ് 3യുടെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇന്ററപ്ഷൻസ്, സം ഫോൺ കോൾ, സം ഇമെയിൽസ്, സം മീറ്റിംഗ്സ് ആൻഡ് അതർ പോപ്പുലർ ആക്ടിവിറ്റീസ്. നെക്സ്റ്റ് ക്വാഡ്രന്റ് 4ല് നോട്ട് അർജന്റ് ആൻഡ് നോട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ഉണ്ടാവുക. ആവശ്യമില്ലാത്ത ഫോൺ കോൾസ്, ആവശ്യമില്ലാതെ ഇമെയിൽസ് ചെക്ക് ചെയ്യുന്നത്, സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്തിരിക്കുന്നത്, ഇതെല്ലാമാണ് ഇതിന്റെ കുറച്ച് ആക്ടിവിറ്റീസ്. തങ്ങളുടെ സമയത്തിന്റെ വലിയൊരു ശതമാനവും ക്വാഡ്രന്റ് 4ൽ ചിലവഴിക്കുന്ന ആളുകൾ ലൈഫിൽ ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റാതെ തീരെ ഉത്തരവാദിത്തമില്ലാത്ത ലൈഫ് നയിക്കുന്നവരായിരിക്കും. ക്വാഡ്രന്റ് 3ൽ അധികം സമയം ചിലവഴിക്കുന്നവരും ക്വാഡ്രന്റ് 4ലുള്ളവരെ പോലെ തന്നെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ലൈഫാണ് നയിക്കുന്നത്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് നമ്മുടെ മെയിൻ ആളായ ക്വാഡ്രന്റ് 2നെ കുറിച്ചിട്ട് നോക്കാം. എഫക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ ക്വാഡ്രന്റ് 3 ആൻഡ് ക്വാഡ്രന്റ് 4ൽ നിന്ന് മാറി നിൽക്കും. അർജന്റ് ആണെങ്കിലും അർജന്റ് അല്ലെങ്കിലും അതൊന്നും ഇമ്പോർട്ടന്റ് അല്ല എന്ന കാര്യം അവർ തിരിച്ചറിയുന്നു. അതിനോടൊപ്പം ക്വാഡ്രന്റ് 2ൽ അവർ കൂടുതൽ സമയം ചിലവഴിക്കുന്നു. അവർ ക്വാഡ്രന്റ് 1ന്റെ സൈസും കുറയ്ക്കുന്നു. എഫക്റ്റീവ് പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഹാർട്ട് ആണ് ഈ ക്വാഡ്രന്റ് 2. ഇറ്റ് ഡീൽസ് വിത്ത് തിങ്സ് ദാറ്റ് ആർ നോട്ട് അർജന്റ് ബട്ട് ഇമ്പോർട്ടന്റ്. ഇതിലാണ് നല്ല റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യുന്നത്, മിഷൻ ആൻഡ് വിഷൻ ഒക്കെ ക്ലിയർ ആയിട്ട് കണ്ടുപിടിക്കുന്നത്, ലോങ് ടേം പ്ലാനിങ്, എക്സസൈസ്, പേഴ്സണൽ കെയർ, പ്രിവെന്റീവ് മെയിന്റനൻസ്, പ്രിപ്പറേഷൻ, ഇതെല്ലാം വരുന്നത്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് അറിയാമെങ്കിലും ഏർജന്റ് അല്ലാത്തതുകൊണ്ട് നമ്മുടെ ലിസ്റ്റിൽ മിക്കവാറും ഇത് അടിയിൽപ്പെട്ട് പോകാറുണ്ട്. എഫക്റ്റീവ് പീപ്പിൾ ആർ നോട്ട് പ്രോബ്ലം മൈൻഡഡ്, ദേ ആർ ഓപ്പർച്യൂണിറ്റി മൈൻഡഡ്. അവർ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തിക്കൊണ്ടേയിരിക്കുന്നു, പ്രിവെന്റീവ് മെഷേഴ്സിൽ ശ്രദ്ധ കൊടുക്കുന്നു. അവരുടെ ക്വാഡ്രന്റ് നമ്പർ 1ന്റെ സൈസ് നല്ല ചെറുതായിരിക്കും, അതിൽ വരുന്ന കാര്യങ്ങളൊക്കെ ജെന്യുവൻ ആയിട്ടുള്ള ക്രൈസിസ് ആയിരിക്കും. ഇനി നമുക്ക് ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളിലോട്ട് വരാം. ഈ വീഡിയോ ഇത്രയും കണ്ടിട്ട് ടൈം മാനേജ്മെന്റ് മെട്രിക്സിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ പറഞ്ഞ ഓരോ ചോദ്യങ്ങളും ഇതിൽ ഏത് ക്വാഡ്രന്റിലാണ് വരുന്നത്, ഓൾസോ ഇതിൽ ഏത് ക്വാഡ്രന്റിലാണ് നിങ്ങൾ കൂടുതൽ സമയം ചിലവഴിക്കുന്നത്. ഇതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മളെ തന്നെ മാനേജ് ചെയ്യാൻ പഠിച്ചിട്ട് ടൈം മാനേജ് ചെയ്യാനായിട്ടുള്ള ഓരോ മെത്തേഡ്സ് പ്ലാൻ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ യൂസ്ഫുൾ ആയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓൾസോ ഇഫ് യു വിഷ്, നിങ്ങൾ ഇതിൽ ഏത് ക്വാഡ്രന്റിലാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എന്ന് ഈ വീഡിയോയിൽ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.